കോച്ച്, ഞങ്ങളെ പോലെയുള്ള ഫുട്ബോൾ ആരാധകർ ഒരുപാട് കാത്തിരിക്കുന്ന ഒരു നിമിഷമാണ് മെസ്സി കേരളത്തിൽ വന്ന് കളിക്കണം എന്നുള്ളത്. പക്ഷേ പലപ്പോഴും കോച്ചിനെ പോലെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വന്നിട്ട് പ്രത്യേകിച്ച് ഫുട്ബോളിന് ഉപകാരമൊന്നുമില്ല, അല്ലെങ്കിൽ ഫുട്ബോൾ ഡെവലപ്മെന്റിന് ഉപകാരമൊന്നുമില്ല എന്നുള്ള രീതിയിൽ കേട്ടിട്ടുണ്ട്. എന്താണ് കോച്ചിന് അതിനെ കുറിച്ച് പറയാനുള്ളത്? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതായത് ഇപ്പം മെസ്സി എവിടെ വന്ന് കളിച്ചാലും അത് കളി കാണാൻ പറ്റുക എന്ന് പറഞ്ഞത് വലിയൊരു സംഭവമുള്ള സംഭവം. അതായത് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ ദുബായിൽ പോയിട്ട് UAE-ക്കാരൊക്കെ പോയി കണ്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ മെസ്സി വന്നത് കൊണ്ട് ഒരു രാജ്യത്തോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തോ ഫുട്ബോൾ ഡെവലപ്മെൻറ്റ് സാധ്യമാവില്ല. പക്ഷേ മെസ്സി വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇമ്പാക്റ്റുകൾ വലുതായിരിക്കും. അപ്പോൾ അതിന് രണ്ട് തരത്തിലായിരിക്കണം നമ്മൾ നോക്കിക്കാണുന്നത്. ഇതാണ് പിന്നെ കോച്ചുമാരും അല്ലെങ്കിൽ കളിക്കാരും പറയുന്ന രീതി. അത് ചിലപ്പോൾ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്നതിൽ വ്യത്യാസങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ മെസ്സി വന്ന് കളിക്കുമ്പം ലോകത്തിൻ്റെ ക്യാമറ തന്നെ ടോട്ടൽ അത് കേരളത്തിലേക്ക് തിരിച്ചു വെക്കപ്പെടും. അപ്പോൾ ഫുട്ബോളിൻ്റെ വിസിബിലിറ്റി കൂടും. കേരളത്തിലെ ഫുട്ബോളിൻ്റെ വിസിബിലിറ്റി, പാഷനൊക്കെ ആളുകൾ അറിയുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പം ഇതൊരു നല്ല ഏർപ്പാടല്ലേ ശരിക്കും? അതായത് 100% മുസ്തഫ പറഞ്ഞത്, പിന്നെ മെസ്സി ഒരു രാജ്യത്ത് നേരത്തെ പറഞ്ഞ പോലെ വരുമ്പോൾ അവിടെ വലിയൊരു ചേഞ്ച് ഉണ്ടാവും. അതൊരു ചെറിയ സമയത്തേക്കാണ് ചേഞ്ച് ഉണ്ടാവുക. അതൊരു സാമ്പത്തിക പിന്നെ അട്രാക്ഷൻ ആയിരിക്കും. കുറേ പിന്നെ ലോകം മൊത്തം ആ സ്ഥലത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും. അറ്റ്ലീസ്റ്റ് ഒരാഴ്ചയെങ്കിലും ആ ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കും. പക്ഷെ ആ ശ്രദ്ധ ഉണ്ടായതുകൊണ്ട് മാത്രം നമുക്ക് ഫുട്ബോൾ ഡെവലപ്മെൻറ്റ് സാധ്യമാവില്ല. പക്ഷെ മെസ്സി വരുമ്പോൾ അതിൻ്റേതായ പോസിറ്റീവ് സൈഡുകൾ നമുക്ക് കാണാതിരിക്കാനും പറ്റില്ല. പക്ഷെ മെസ്സി വന്നതുകൊണ്ടോ വരാത്തത് കൊണ്ടോ നമുക്ക് ഫുട്ബോളിൻ്റെ ചേഞ്ച് വരുത്തണമെങ്കിൽ അതിൻ്റേതായ സ്പെസിഫിക് ആയിട്ടുള്ള എപ്പോഴും പറയുന്നത് പോലെ പ്ലേയേഴ്സ് ലോങ് ടേം ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകൾ നമുക്ക് സാധ്യമാവണം. അപ്പോൾ ഇതിനെ രണ്ട് തരത്തിൽ കാണാനാണ് കോച്ച് എന്ന നിലയിൽ ഒരു കളി ആസ്വാദക നിലയിൽ ഞാൻ ശ്രമിക്കുന്നത്. രണ്ട് തലത്തിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. കോച്ച് പറയുന്നൊരു മാസ് സിനിമ പോലെയൊക്കെയുള്ള ഒരു എഫക്റ്റ്.